പ്രിയപ്പെട്ട കുട്ടികളെ, CH പ്രതിഭ ക്വിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 UP വിഭാഗത്തിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം: ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചരിത്ര സ്മാരകം ഏത്? 500 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചരിത്ര സ്മാരകമാണ് ചെങ്കോട്ട. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. ഇവിടുത്തെ മാതൃഭാഷ ഏതാണ്? അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. ഇവിടുത്തെ മാതൃഭാഷ മലയാളം. ഫലസ്തീനിലെ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കിരാതമായ മനുഷ്യക്കുരുതിയുടെ ഭീകരതയെക്കുറിച്ച് ട്വിറ്ററിലൂടെ ലോകത്തെ അറിയിച്ച പെൺകുട്ടി ആരാണ്? ഫലസ്തീനിലെ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കിരാതമായ മനുഷ്യക്കുരുതിയുടെ ഭീകരതയെക്കുറിച്ച് ട്വിറ്ററിലൂടെ ലോകത്തെ അറിയിച്ച പെൺകുട്ടിയാണ് ഫറാ ബക്കർ. MLA, MP, സ്പീക്കർ, മന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി എന്നീ സ്ഥാനങ്ങളെല്ലാം വഹിച്ച ഏക കേരളീയൻ ആര്? MLA, MP, സ്പീക്കർ, മന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി എന്നീ സ്ഥാനങ്ങളെല്ലാം വഹിച്ച ഏക കേരളീയനാണ് CH മുഹമ്മദ് കോയ. 2024 ഒളിമ്പിക്സ് നടന്നത് ഫ്രാൻസിലെ പാരീസ് നഗരത്തിലാണ്. 2028 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏത്? 2024 ഒളിമ്പിക്സ് നടന്നത് ഫ്രാൻസിലെ പാരീസിലാണ്. 2028 ഒളിമ്പിക്സ് നടക്കുന്നത് ലോസ് ഏഞ്ചൽസ്, അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയായി 1989 നിയമിക്കപ്പെട്ടത് ഒരു മലയാളിയായിരുന്നു. എന്താണ് അവരുടെ പേര്? സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. കേരളത്തിൽ ഇതുവരെ 6 പേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആർക്കാണ് അവസാനമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? കേരളത്തിൽ ഇതുവരെ 6 പേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആർക്കാണ് അവസാനമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണ്. എന്നാൽ കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ മന്ത്രിയായ വ്യക്തി ആര്? കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണ്. എന്നാൽ കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മന്ത്രിസഭകളിൽ വിദ്യാഭ്യാസ മന്ത്രിയായ വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. പൃഥ്വിരാജിന് മികച്ച നടൻ പുരസ്കാരം ലഭിച്ചത് ആടുജീവിതം എന്ന സിനിമയിലെ അഭിനയത്തിലാണ്. ആടുജീവിതം എന്ന നോവൽ രചിച്ച സാഹിത്യകാരൻ ആരാണ്? ആടുജീവിതം എന്ന നോവൽ രചിച്ചത് ബെന്യാമിൻ. കൈറ്റ് സ്ഥാപിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര്? കൈറ്റ് സ്ഥാപിച്ച വിദ്യാഭ്യാസ മന്ത്രിയാണ് ET മുഹമ്മദ് ബഷീർ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴയും സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ തൂതപ്പുഴയുമാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആര്? കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡൻ്റാണ്. എന്നാൽ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിലെ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കർ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. 1924 നടന്ന വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? 1924 നടന്ന വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവൻ.
TK മാധവൻ. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ഒരു വിറ്റാമിനായ ആസിഡ് ഏത്? നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനായ ആസിഡാണ് അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ്. ദേശീയ ബഹിരാകാശ ദിനം. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. 0, 1, 2, 3, 5 എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ ഉപയോഗിച്ച് 6ൻ്റെ ഗുണിതങ്ങളായ എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? 0, 1, 2, 3, 5 എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ ഉപയോഗിച്ച് 6ൻ്റെ ഗുണിതങ്ങളായ എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? ഉത്തരം 0. അടുത്തടുത്ത 2 അഭാജ്യ സംഖ്യകളുടെ തുകയുടെ പകുതി 30 ആണെങ്കിൽ ഇതിലെ ആദ്യ അഭാജ്യ സംഖ്യ ഏത്? അടുത്തടുത്ത 2 അഭാജ്യ സംഖ്യകളുടെ തുകയുടെ പകുതി 30 ആണെങ്കിൽ ഇതിലെ ആദ്യ അഭാജ്യ സംഖ്യ 29. ടൈ ബ്രേക്കർ ചോദ്യം നോക്കാം. ഏത് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് CH മുഹമ്മദ് കോയ സാഹിബ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഏത് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് CH മുഹമ്മദ് കോയ സാഹിബ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം മഞ്ചേരി. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത സ്പോർട്സ് താരങ്ങൾ ഒരു നദിയിലൂടെ സഞ്ചരിച്ചാണ് കായിക വേദിയിലെത്തിയത്. പാരീസ് നഗരത്തിലൂടെ ഒഴുകുന്ന ഈ നദിയുടെ പേരെന്താണ്? പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത സ്പോർട്സ് താരങ്ങൾ ഒരു നദിയിലൂടെ സഞ്ചരിച്ചാണ് കായിക വേദിയിലെത്തിയത്. പാരീസ് നഗരത്തിലൂടെ ഒഴുകുന്ന ഈ നദിയുടെ പേര് സെൻ നദി. സെൻ നദി. കലണ്ടറിൽ വ്യത്യസ്ത തരത്തിലുള്ള വർഷങ്ങളും അവയിലെ മാസങ്ങളും ശ്രദ്ധിച്ചുണ്ടാകുമല്ലോ. ഇപ്പോൾ ക്രിസ്തുവർഷം 2024, ഹിജറ വർഷം 1446 എങ്കിൽ കൊല്ലവർഷം എത്രയാണ്? ഇപ്പോൾ കൊല്ലവർഷം 1200. ഈയിടെ 91ാം പിറന്നാൾ ആഘോഷിച്ച പ്രശസ്ത സാഹിത്യകാരൻ്റെ 9 കഥകളുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് മനോരഥങ്ങൾ. ആരാണ് ആ സാഹിത്യകാരൻ? ഈയിടെ 91ാം പിറന്നാൾ ആഘോഷിച്ച പ്രശസ്ത സാഹിത്യകാരൻ്റെ 9 കഥകളുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് മനോരഥങ്ങൾ. ആരാണ് ആ സാഹിത്യകാരൻ? ഉത്തരം MT വാസുദേവൻ നായർ. പ്രിയ കുട്ടികളെ, നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.